आपका नाम क्या है? आमिर 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 फ्रॉम यूपी. यूपी കുട്ടികളൊക്കെ കാണുമ്പോൾ ഇവിടെ നിന്നാണ് ഈ റോക്കി ബായ് ഒക്കെ ഉണ്ടായെന്ന് തോന്നുന്നു കേട്ടോ. അതായത് നമ്മൾ ഈ KGF സിനിമയിലെ റോക്കി ബായ് ഉണ്ടല്ലോ, റോക്കി ബായ് ബ്രാൻഡാണെന്ന് പറഞ്ഞല്ലോ. ഹായ് എല്ലാ മച്ചന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് UP-യിലാണ് കേട്ടോ. UP-യിൽ ഏതോ ഒരു സ്ഥലത്താണുള്ളത്. ഡൽഹിൻ്റെ ഒരു അതിർത്തി തന്നെ വരും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പള്ളിയിലാണുള്ളത്. പള്ളിയിൽ ഇന്നലെ രാത്രി കുറച്ചൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടാവും. പള്ളിയിലിപ്പോൾ ഇതേ ഇവിടെ തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് പള്ളി, കാണാണ് പള്ളി. നമ്മൾ അവിടെ ഉസ്താദിൻ്റെ റൂമിലായിരുന്നു കിടന്നുറങ്ങിയത്. ഇവിടുത്തെ ഉസ്താദാണ്. ഞാൻ മുഹമ്മദ് ഷുഹൈബ് എന്ന മൂപ്പരെ പേര് കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടുത്തെ ഗ്രാമത്തിലെ കുറേ ആൾക്കാരുണ്ട്. കമ്മിറ്റിയിലെ ഒരു വലിയൊരു അംഗമാണ് മൂപ്പര്. ഇവിടുത്തെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. അപ്പം നമുക്ക് മുഹമ്മദ് ചാൻ, അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. നമുക്ക് എല്ലാവരും പേരൊക്കെ ചോദിക്കാം. ഞാൻ പോലെ ഷാറൂഖ്, ഹഫീസുൽ ഇസ്ലാം, മുസ്തഖീം ഒരാളാണ് കേട്ടോ. അഷ്ഫാഖ് ഒരാളാണ്. അയാൻ. आपका नाम अयान? दो अयान. എന്താ അർബാസ് ഒരാളാണ്. മുഹമ്മദ് അബൂസർ. ഒരു പാട്ടുകാരനാണ്. സൽമാൻ മുഹമ്മദ്. പാട്ട് പാടുന്ന ആളാണ്. चश्मे दीबी हूँ नुतब रहमान हूँ, अहले हक़ के लिए जामे इल्फान हूँ, हाँ मैं क़ुरआन हूँ, हाँ मैं क़ुरआन हूँ, हाँ मैं क़ुरआन हूँ, हाँ मैं क़ुरआन हूँ. माशाअल्लाह. अस्सलामु अलैकुम वरहमतुल्लाहि वबरकाതുഹു. ഒരു അടിപൊളി പാട്ടാണ് നമ്മൾ കേട്ടത് കേട്ടോ. അവിടെ എല്ലാവരും ചൂട് കായാണ് കേട്ടോ. അപ്പോൾ നമ്മളോട് ഒരു 11 മണിയാകുമ്പോഴൊക്കെ പോയാൽ മതി. ഇവിടെ കാണാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെയാണ് കേട്ടോ പറയണത്. എന്താ ചെയ്യണേ? അതിൻ്റെ മുന്നേ പോകണമെന്നുണ്ടെങ്കിൽ പോവാം. പോയി കഴിഞ്ഞാൽ നേരത്തെ എത്തൂല്ലേ? 11 बजे के पहले जाएगा मुश्किल है. 11 बजे के बाद चले जाना. അവർ कल चले जाना. ഉള്ളവർ പറയണ ഇവിടെ തൊട്ടടുത്ത് തന്നെ സ്പോർട്സ് സിറ്റി പറഞ്ഞ സംഭവമുണ്ട്. വലിയ നമ്മൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എന്തോ ഒരു സ്പോർട്സ് സിറ്റിയാണ്. അവിടെയൊക്കെ പോയിട്ട് ഒക്കെ കണ്ടിട്ട് പതുക്കെ പോയാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ 11 മണിക്ക് പോയാൽ അത് അതിന് ശേഷം പിന്നെ നാളെ പോയാൽ മതി നേരെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ പെട്ടെന്ന് പോകാനുള്ള പരിപാടി എങ്ങനെയെങ്കിലും. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് ചുറ്റി കറങ്ങി പോകാനാല് ബൈക്കും കൊണ്ട്. അപ്പോൾ നമ്മൾ സ്പോർട്സ് സിറ്റി ഒന്ന് പോയി കണ്ടു വരാം കേട്ടോ. ഒക്കെ നമുക്ക് ഇമ്രാനെ നമുക്കൊരു ലഡ്ഡു കൊടുക്കുന്നുണ്ടോ. വീട്ടിലുണ്ടാക്കിയ ലഡ്ഡു ആണ്. നമ്മുടെ നാടൻ ലഡുവിൻ്റെ ടേസ്റ്റ് അല്ല. ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഗായ്സ്, നമ്മളിപ്പോൾ എവിടേക്കാന്ന് അറിയാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഉള്ളത് UP-ന്ന് ഒരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ഗ്രാമമാണ്. ആരെ വണ്ടി ഓടിക്കണത് അറിയോ? അയാനാണ് കേട്ടോ വണ്ടി ഓടിക്കണത്. അയാൻ ഇവിടെ ഉള്ള പള്ളിക്കത്തെ കമ്മിറ്റിക്കാരൻ്റെ മോനാണ്. അപ്പോൾ നമ്മൾ ഇവിടെ സ്പോർട്സ് സിറ്റിക്ക് പോവുകയാണ് കേട്ടോ. ഹെൽമെറ്റ് ഒന്നും ഇട്ടില്ല, ട്രിപ്പിൾ വെച്ചിട്ടാണ് പോകണത് കേട്ടോ. പിന്നെ സ്പോർട്സ് സിറ്റി പറഞ്ഞ സംഭവം ഉണ്ട് ഇവിടെ. നമ്മൾ ഹൈവേന്ന് കണ്ടിട്ടുണ്ടായിരുന്നു സ്പോർട്സ് സിറ്റി പറഞ്ഞിട്ടുള്ള ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പോർട്സ് സിറ്റിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്പോർട്സ് സിറ്റി അത്യാവശ്യം കാണേണ്ടത്. അവിടുത്തെ ഗ്രാമത്തിലേക്കുള്ള റോഡൊക്കെ വമ്പൻ ഷോക്കാണ് ഗായ്സ്. ഇതാണൊരു സ്റ്റേഡിയമാണ് കേട്ടോ, വലിയൊരു സ്റ്റേഡിയമാണ്. പക്ഷേ എന്ത് സംഭവം എന്ന് വെച്ചാൽ ഇത് ഫുള്ള് ക്ലോസ് ചെയ്തിട്ടൊക്കെയുണ്ടോ. അവിടെ ചെറുതായിട്ട് തുറന്നിട്ടേക്കാണ്. പക്ഷേ കയറാൻ പറ്റുമോ അറിയില്ല. കയറിയ പണിയാവും. ഇല്ല കേട്ടോ, കയറാൻ പറ്റൂല. അടാറ് സ്റ്റേഡിയമാണ് കാണുന്നത് കേട്ടോ. ഒരു ഗായ്സ്, നമ്മൾ UP-യിലുള്ള നോയിഡ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി, ഇത് സംഭവം റോഡിലൊക്കെ കണ്ടില്ലേ? നോയിഡ സംഭവം വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. വലിയ വലിയ ബിരുദങ്ങളൊക്കെ എടുക്കണ സംഭവമാണ്. അതൊക്കെ മുഷ്കിൽ. ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് കാണാനുള്ള ഒപ്പേ ഉള്ളൂ. ചെക്കനാണ് ഇത് കാണുന്നത്. പെട്രോൾ പമ്പ് ഇല്ല കേട്ടോ. വലിയ വലിയ ഹലാക്കിന് അവല് കഴിഞ്ഞ റോഡുകളൊക്കെ ഉണ്ട്. പക്ഷേ ആവശ്യമുള്ള മുഷ്കിൽ ഗാഡി ബോട്ടിൽ ചോട്ടാ ബോട്ടിൽ കഴിഞ്ഞാലും പെടും. നമ്മൾ ഹൈവേ ഒന്നും ഒറ്റ പമ്പ് ആയിട്ടില്ലല്ലോ ഡൽഹിയിൽ നിന്ന് പോയെന്നാലേ. ഇത് വേറെ യൂണിവേഴ്സിറ്റി കേട്ടോ, ഗൽഗോട്ടിയാസ് യൂണിവേഴ്സിറ്റി.
അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഗ്രാമം കേട്ടോ. ഗ്രാമത്തിലെ ഒരുപാട് സ്ത്രീകളും കുട്ടികളും എല്ലാവരും ഉണ്ട്. വള്ളത്തിനൊരു വൃത്തിയായിട്ട് ചോയ കേട്ടോ. വള്ളം തൊള്ളേക്കാക്കുമ്പോൾ തന്നെ ഛർദ്ദിച്ചാനൊക്കെ വരും, അങ്ങനത്തെ ഒരു ചോയയാണ്. कल जाना संडे को वीडियो बनाना. ഇത് പറഞ്ഞ് ഞായറാഴ്ച അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കാണാൻ പറ്റുള്ളൂ. ഞാൻ കേട്ടോ अपने भाषा है. बोलिए अपनी भाषा. ये भाई की है. हाँ भाई. कार साहब जी, इनकी यूट्यूब की आईडी इनकी इनों की यूट्यूब की आईडी उधर गाड़ी में पे छप रही है. यूट्यूब की आईडी ओए है मेरा टाटा बाय कर बाय. अस्सलामुअलैकुम वरहमतुल्लाहि ताला वबरकातुह. तो हेलो गाइस, आज हम आए हैं जामा मस्जिद गौतम बुद्ध नगर में. यहाँ की मस्जिद मदरसा है. हेलो देखिए गाइस, ये मदरसा है जामा मस्जिद का पौधा. और भाई गाइस आप देख सकते हैं पीछे से आगे का गौतम नगर देखे तो गाइस देखिए. ये हमारा समद भाई है. ये हम कट्टर मुसलमान है भाई, किसी के बाप से ही नहीं डरते हैं. और हम भी भाई कट्टर मुसलमान है, कट्टर. के अंदर ही बैट बॉल खेल रहे हैं, कराई बॉल. ये हमारा शॉट और ये ले ली कैच, बच के आउट होने से. ये भैया हैं केरला से आए हुए हैं. हाय. ये भी भैया केरला से आए हुए हैं, इनसे तशरीफ फरमाइए. ये भैया इधर से बहुत ये अच्छी नाच पढ़ते हैं माशाल्लाह. गाइएगा. सुना है उधर. तो गाइस ये देखिए हमारे उस्ताद के बाबू. तगड़ी तगड़ी बात मारता है. ഓഹോ അപ്പോൾ ഇന്ന് വലിയ വ്ളോഗാണ് കേട്ടോ. നമ്മൾ കൊട്ടന്മാരാണ്, ഇവരാണ് ഇപ്പോൾ ഒന്ന് വ്ളോഗ് ചെയ്യണത് കംപ്ലീറ്റ്. ऐसे है. അപ്പോൾ നമ്മളോട് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടോ. 10 മണിയായ സമയം. तो क्या हम तो चाची बुला रही है. അപ്പോൾ ഈ 10:30 ആയിട്ടോ. 10:30 കഴിഞ്ഞ് 11 बजे നമ്മൾ ഫുഡ് കഴിച്ച് ഇവിടുന്ന് പോകണം കേട്ടോ. എന്നിട്ട് വേണം അടുത്ത ഡെസ്റ്റിനേഷൻ, യുപിയിലെ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാം. तो गाइस दे सकते ही यहाँ चाबी में भी बंदूक होती तो कितने बड़े गैंगस्टर होती आप. ഗാങ്സ്റ്റർ. हट जा यार, गुजर गुजर. तुम्हें गई ओ आगे ये रे यार तुम मत देखा क्या बेकार हो जाओ. आप यूट्यूब चैनल, इंस्टाग्राम चैनल पे दोनों जगह छोड़ती. फेसबुक पे चैनल होती तो उस पर भी छोड़ती. तो हम फेमस होने चाहते. ഗായ്സ് നമ്മളങ്ങനെ അവിടെ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്നും പറഞ്ഞിട്ട് ഫുഡൊക്കെ സെറ്റാക്കി തന്നു കേട്ടോ. അതെ, അതായത് ഒരു ചോറൊന്നും ഉണ്ടാക്കില്ല. ഒരു ചോറ് ഞമ്മക്കുമായിട്ട് ചെമ്പട്ടി ഉണ്ടാക്കി. പിന്നെ ഒരു പ്രത്യേക കറി ഉണ്ട്, ഒരു മഞ്ഞ കറി. കാരണം അതിൽ നമ്മൾ പൊക്കവട ഉണ്ടല്ലോ, അതിൻ്റെ ഉണ്ട സൈസിലാക്കിയാണ്ട് പൊക്കവട പൊരിച്ചിട്ട് കറിയിലിട്ടു. ഞാൻ കരുതി ആദ്യം അത് മറ്റേ ഉരുളക്കിഴങ്ങ് ആണോ എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് പിന്നെ എന്തൊക്കെയോ ഒരു മൈദപ്പൊടിയൊക്കെ പോലത്തെ ഒരു പൊടിയൊക്കെ കൂട്ടിയിട്ട് ഒരു അടിപൊളി കറി. നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറും ബസുമതിൻ്റെ അരിയാണ്. നമുക്ക് പൊട്ടിച്ചാത്തൊരു ചാക്ക് 25 കിലോ ചാക്ക് പൊട്ടിച്ചിട്ടോ ചോറുണ്ടാക്കി തന്നെ. അപ്പോൾ ചോറൊക്കെ കഴിച്ചു, ലഗേജൊക്കെ കയറ്റി വെച്ചു. ഇനി പോവുകയാണ് കേട്ടോ. നമുക്ക് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കണം. ഫോട്ടോസ് നമ്മൾ ചിലപ്പം ഇവിടുത്തെ എല്ലാ കുട്ടികളൊപ്പം കൂടിയിട്ടൊരു ഫോട്ടോസൊക്കെ എടുക്കണം. എന്നിട്ട് വണ്ടിമ്മ കയറി നേരെ ആഗ്ര വെച്ച് പിടിക്കാം. അങ്ങനെ അതേ പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കാം കേട്ടോ. ഇപ്പോഴത്തെ ഒരുപാട് കുട്ടികൾക്ക് ഫോട്ടോ ഒക്കെ എടുത്ത ഗ്രൂപ്പ് ഫോട്ടോ, ആ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പോലെ മതിയില്ലേ, പോലെ. ठीक है उस्ताद, हम जा रहा हूँ. अस्सलाम वालेकुम. वालेकुम अस्सलाम. वालेकुम अस्सलाम. ये हमारे जो हैं हाँ, जिम्मेदार हैं. जिम्मेदार. ഓക്കെ ഓക്കെ. बस 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 बस. എല്ലാവരും സലാം പറഞ്ഞ് ഒരു ലോഡ് സലാം പറച്ചിലാണ് കേട്ടോ. ओके. थोड़ा इनसे मालूम कर लो कुछ. हिंदी में बोलिए आप, मेरे को हिंदी बहुत मुश्किल है. माशाल्लाह ये हमारी मस्जिद है और थोड़ा ये मदरसा है, इसमें थोड़ा काम चल रहा है अभी. इंशाल्लाह अल्लाह से दुआ है कि अल्लाह कामयाबी, हम सबको कामयाबी अता फरमाए. और आप लोगों से भी दुआओं की दरख्वास्त है. ठीक है ना. ഓക്കെ. जी जी ठीक. കട്ട സപ്പോർട്ടായിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. ഓക്കെ, പോവാണ്. അസ്സലാമു അലൈക്കും. ഫോട്ടോ എടുക്കണം. ഓക്കെ, വീഡിയോ കോൾ. एक फोटो ले लो. ഒരു ഫോട്ടോ എടുത്താൽ ഗായ്സ് നമ്മളങ്ങനെ പോവാണ്ട്. വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി. അപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ മുല്ലേര് ചോദിച്ചു ഞങ്ങൾക്ക് അതിൽ എന്തൊക്കെയാണ് ഇവിടുന്ന് നമുക്ക് എന്തെങ്കിലും കുറവൊന്നും വന്നിട്ടില്ലല്ലോ പള്ളിക്ക് നിന്നതിൽ. അപ്പോൾ നമുക്ക്
ഒരുപാട് ഫുഡ് ഇട്ടിട്ടുണ്ട്. രാത്രി റൊട്ടി മിൽ ഗയാ, ചാവൽ ज़्यादा मिल गया, बहुत अच्छा है. അപ്പോൾ പോവല്ലേ എന്നാ വണ്ടിക്ക് പോയി. ഓക്കെ. ഇവിടുത്തെ ചായ ഉണ്ടാക്കണമൊക്കെ തിളപ്പിക്കും. പാത്രമൊക്കെ ഒരു വിധായിക്കണേ. പിന്നെ ഇതിലാണ് ചായ ഉണ്ടാവുക, ഇതിലാണെന്ന് തോന്നുന്നത്. അതുകൊണ്ട് ഒറ്റ യൂസിങ്ങിന് പറ്റുള്ള ഗ്ലാസ്. പിന്നെ അറിയും മണ്ണിൻ്റെ ഗ്ലാസ് ഒറ്റ യൂസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ എവിടെയുള്ളതെന്നറിയോ? ആഗ്രയിലാണ് കേട്ടോ. ആഗ്ര ടൗണിലാണ് ഈ കാണുന്നത്. നമ്മൾ ഒരു വൃത്തികെട്ട മലിനീകരണ സ്മെല്ലൊക്കെ ഉള്ളൊരു ടൗണാണ് ഇപ്പോൾ നിൽക്കുന്നത്. കുറച്ച് പോയ അടിപൊളി ടൗണൊക്കെ വരുമായിരിക്കും. നമ്മൾ ഈ കാണുന്ന കടല മുട്ടായി കടയിൽ നിന്ന് 2 കടല വാങ്ങിയിട്ടോ. അത് എള്ള് നിറച്ചിട്ട് നമ്മുടെ നാട്ടിലെ പഞ്ഞിമുട്ടായി ഉണ്ടല്ലോ, ആ വെള്ള പഞ്ഞിമുട്ടായി അതേപോലെയൊക്കെ ആക്കി വെച്ചതാണ്. നമ്മൾ ഈ പള്ളി നിസ്കരിച്ചാൽ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞു വന്ന UP എന്ന സംഭവം കേട്ടോ. UP ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണെന്നൊക്കെ പറഞ്ഞേക്കാം. ഇവിടെ വരുമ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല. എപ്പോഴാണ് പ്രശ്നം വരിക എന്ന് അറിയില്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ BJP ആണ് ഭരിക്കണത്, നമ്മളെ യോഗി ആദിത്യനാഥ് കേട്ടോ. അടിപൊളിയാണ്. ആകെ വണ്ടിയും വലിയ ഒച്ചയും ഹോണുമായിട്ട് അങ്ങനെ പോകണം കേട്ടോ. അപ്പോൾ നമ്മളിനി ഇപ്പോൾ സമയം ഏകദേശം 5 മണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എപ്പോഴാണ് നമ്മൾ താജ്മഹൽ കാണുന്നത് അറിയില്ല. ഇനിയിപ്പോൾ മിക്കവാറും നാളെ ആക്കേണ്ടി വരും. നേരെ പള്ളിയിലോ പെട്രോൾ പമ്പിലോ എവിടെയും കയറേണ്ടി വരും മിക്കവാറും കേട്ടോ. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം. നമ്മൾ UP നഗരത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു സംഭവം കണ്ടു കേട്ടോ. ഇത് കണ്ടു നിർത്തിയതല്ല, നമ്മളിവിടെ ഇത് കണ്ടു നിർത്തിയതാണ്. ചായക്കട കണ്ടു നിർത്തിയതാണ് കേട്ടോ. നമ്മളിപ്പോൾ അതിലൊരു പള്ളി ലൊക്കേഷൻ അടിച്ചിട്ടുണ്ട്. പള്ളി കയറുന്നതിന് മുമ്പ് ഒരു ചായ കുടിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഗ്ലാസ്സാണ് നമ്മൾ നേരത്തെ കുടിച്ചത്. ഈ ഗ്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കുടിച്ചതാണ്. അപ്പോൾ ഇതിനെടുത്ത് പൊട്ടിച്ച് കുത്തിക്കിടും. ക്യാമറമേ പത്താവും. അപ്പോൾ നിങ്ങൾ ഇഞ്ചി കണ്ടോ? ചായ എല്ലാ എല്ലായിടത്തും ചായയിൽ ഇഞ്ചി കേട്ടോ. ഇവൻ കുടിക്കുന്നത് 15 രൂപയുടെ ചായ ഉണ്ടോ. അതിൽ കുറച്ച് ചായ കൂടുതലുണ്ടോ. പിന്നെ ഗ്ലാസ് കഴിഞ്ഞിട്ട് വല്ല കെക്കി വെക്കുന്നില്ല. ആ ഗ്ലാസ് നേരെ എടുത്ത് എറിയലാണെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്താ അറിയില്ല കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട കടയിൽ നിന്ന് അങ്ങനെ തന്നെയാണ്. നമ്മൾ ചായ കുടിച്ച ആ ഗ്ലാസ് ഉണ്ടല്ലോ, അതായത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഗ്ലാസ് ആണെങ്കിൽ ആ ഗ്ലാസ് എടുത്ത് അവസാനം ചായ കുടിച്ച് കഴിഞ്ഞ ശേഷം എടുത്ത് ഉടക്കും, പൊട്ടിച്ച് കളയും, റീയൂസ് ചെയ്യൂല. അപ്പോൾ ഞാൻ അത് 15 റുപ്യാണ് കേട്ടോ. അത് 10 റുപ്യേൻ്റെ മതി പറഞ്ഞപ്പോൾ ചെറിയ മറ്റേ കാവ ഗ്ലാസ്സിലാണ് ചായ കിട്ടിയത്. നിങ്ങൾ 5 റുപ്യ ലാഭം. നമ്മൾ പെട്ടെന്ന് മാറ്റിയോണ്ട് അല്ലെങ്കിൽ 30 റുപ്യ പോയി. ഇപ്പോൾ 25 റുപ്യ പോയിട്ടുള്ളൂ കേട്ടോ. ചായക്കൊക്കെ 30 റുപ്യ പോകുക പറഞ്ഞാൽ ചെറിയ സങ്കടമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഡൽഹിയൊക്കെ പോലെ തന്നെ UP ഭയങ്കര തിരക്കുള്ള നഗരമാണ്. കാരണം ഇവിടെ ആഗ്ര താജ്മഹൽ ഉണ്ടായതുകൊണ്ട് ഭയങ്കര തിരക്കുണ്ട്. പക്ഷേ ഈ ഡൽഹിയിൽ അത്ര ഒന്നുമില്ല കേട്ടോ. ഡൽഹി മാരകമാണ്. ഡൽഹിയിൽ ട്രാഫിക്കൊക്കെ കണ്ടാൽ പിന്നെ ജന്മത്തിൽ ആ ഡൽഹിക്ക് പോകണ്ടെന്ന് തോന്നിപ്പോവും. അമ്മാതിരി ട്രാഫിക്കാണ്. ഓടിക്കുന്ന ആൾക്കാരുടെ തോന്നുക, ബാക്കിരിക്കുന്ന ആൾക്കാർക്കൊന്നും തോന്നില്ല. ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോയാൽ മതി. ആരാണ്? ഹായ്, आपका नाम क्या है? आमिर फ्रॉम UP. ओके. क्या करता हूँ? काम बैटरी इसका ड्राइवर. ओके. अब हम केरला में आ रहा हूँ. केरला. वेरी नाइस. താങ്ക് യു. അപ്പോൾ കുറേ നേരമായി ഒരാൾ ക്യാമറ ഒക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ കമ്പത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താണ് കേട്ടോ. മുപ്പത് തൃപ്തിയായി. ഗായ്സ്, ഈ ഗ്ലാസ് നേരെ വേസ്റ്റിക്കാണ് കേട്ടോ ഇടുന്നത്. ഗായ്സ്, കടയുടെ ചെക്കൻ നമ്മളോട് ചാനലിൻ്റെ പേരെന്താ, സബ്സ്ക്രൈബ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നെറ്റ് സ്ലോ ആണ് കേട്ടോ, വേറെ വിഷയമൊന്നുമില്ല. നമ്മളിപ്പോൾ ഉള്ളത് ആഗ്രയിലാണ് കേട്ടോ. ആഗ്ര ടൗണിൽ തന്നെയാണ്. ആഗ്ര ടൗണിൽ കറക്റ്റ് എവിടെയെന്ന് പറഞ്ഞാൽ അങ്ങാടിൻ്റെ പേര് വന്നിട്ട്
സ്വാമി ബാഗ് 13 ഡിഗ്രി സെൽഷ്യസ് തണുപ്പൊക്കെ ഉണ്ട്. പിന്നെ ജാക്കറ്റ് ഇട്ടുകൊണ്ട് വലിയ സീനൊന്നുമില്ല. മണാലിത്തെ അവിടുത്തെ കാര്യം ഒന്നുമല്ല. എയർ ക്വാളിറ്റി 395 വെരി പുവർ. അപ്പോൾ എയർ ക്വാളിറ്റി അത്ര നല്ലതല്ല കേട്ടോ. നമ്മളിപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ വലിയൊരു പള്ളിയിലാണ്. പഴയ കൊല്ലങ്ങൾ മുമ്പുള്ള ഒരു പള്ളിയിലാണ് കേട്ടോ. AD കാലഘട്ടത്തിലുള്ള പള്ളി എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ പള്ളിയിൽ നിന്ന് കാണിച്ചു തരാം ആദ്യം. വേണ്ടോ, പള്ളിൻ്റെ മുറ്റമൊക്കെ വലിയ മാർബിളിൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ട് പണ്ടേ സെറ്റാക്കി വെച്ചിട്ടുള്ള മുറ്റമുണ്ടോ. ഇത് വലിയ പള്ളിയാണ്. ഇത് ചരിത്രമാക്കപ്പെട്ടൊരു പള്ളിയാണ്. ഈ പള്ളിയിലാണ് നമ്മളിന്ന് കിടന്നുറങ്ങാൻ പോകുന്നത്. സംഭവം എന്താ വെച്ചാൽ നമ്മളിവിടെ മഗ്‌രിബിൻ്റെ ടൈമിലെത്തിയിട്ടുണ്ട്. അതായത് ഒരു 6:30 ടൈമിലെത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ പള്ളിയിൽ നിസ്കരിച്ച് ഇമാമ് കുറേ നേരം ഖുർആനൊക്കെ ഓതുമായിരുന്നു. നമ്മൾ ഇശാ നിസ്കരിച്ച് ചോദിക്കാമെന്ന് വെച്ചു. കാരണം നമ്മൾ നിസ്കരിച്ചാത്തതൊക്കെ കണ്ടാലേ ഒറ്റയടിക്ക് നമ്മളാണ്ട് കയറ്റുന്ന സ്വഭാവക്കാരല്ല. UP അത്ര വലിയ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പള്ളിയും അടിപൊളിയായിരുന്നു. ഈ പള്ളി അടിപൊളിയായിരുന്നു. ഇവിടുത്തെ മൂല്യർ നല്ലൊരു കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്, കാലിക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. മറ്റേ അബൂബക്കർ മുസ്ലിയാരൊക്കെ അറിയാം. അങ്ങനെ കുറേ പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് പള്ളി കയറ്റി നമ്മൾ ആധാർ കാർഡൊക്കെ നന്നാക്കി പരിശോധിച്ചിട്ട് ആധാർ കാർഡൊക്കെ ഫോട്ടോ എടുത്തു, നമ്പറൊക്കെ വാങ്ങി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ അതേ പള്ളിയിൽ ഇപ്പോൾ ഇവിടെ ഒരു കാരണവരുണ്ട്. പള്ളി നോക്കി നടത്തുന്ന ആളായിരിക്കാം. മൂപ്പര റൂമിന് ഡോറൊന്നുമില്ല. പള്ളിയാണ്ട് കംപ്ലീറ്റ് ഓപ്പൺ ആണ്. പള്ളിക്ക് എവിടെയും ഒരു ഡോറ് കാര്യങ്ങൾ സംഭവം തന്നെ ഇല്ല. എനിക്ക് തോന്നുന്നത് പള്ളി പുറത്തൊരു മക്കാം പോലത്തെ ഒരു കവർ കാണാം കേട്ടോ. ഇത് ഒരു ചെറിയ കുട്ടിൻ്റെ കവറാണ് കേട്ടോ. നാളെ വലിയ ദർശനം കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു പള്ളിയാണ്. ചുറ്റുവട്ടത്തും വീടുകളാണ്. മുസ്ലിംസും ഹിന്ദുസും ഇടകലർന്ന്. ഇവിടെ മുസ്ലിംസ് വളരെ കുറവാണ്. ആകെ 10-20 ആൾക്കാരെ നിസ്കാരത്തിന് വന്നിട്ടുള്ളൂ, ജമാഅത്തിന് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിരിക്കും. കാരണം താജ്മഹലാണ് വരുന്നത്. താജ്മഹൽ. അപ്പോൾ താജ്മഹലിൻ്റെ ഉള്ളിലേക്കൊക്കെ എൻ്റർ ചെയ്യണം. പിന്നെ എന്നൊരു സംഭവം ഉണ്ടായി. നമ്മൾ ഇത്രയും കാലം ഇന്ത്യയിൽ ഓടിയിട്ട് എവിടെയും ടോൾ കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നമുക്ക് ടോൾ കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് ആഗ്രയ്ക്കുള്ള റോഡ് വലിയൊരു ഹൈവേ ആണ്. 8 വരി പാതയാണ്. നല്ല ടോൾ കൊടുക്കുന്നത്. ആദ്യം നമുക്ക് 60 രൂപ, പിന്നെ 75 രൂപ, പിന്നെ 70 രൂപ 3 തവണയായിട്ട് ടോൾ അടച്ചിട്ടുണ്ടായിരുന്നു. റോഡൊക്കെ പക്കയാണ്, ഒരു രക്ഷയില്ല. ഒരു ചെറിയ ബുദ്ധിമുട്ട് കൂടി ഇല്ല. പക്ഷേ നമുക്ക് ആദ്യം 2 ടോൾ, ബൈക്കിന് ടോൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ പറയും സൈഡിൽ കൂടെ എങ്ങനെ പോയാൽ മതിയിരുന്നു. സൈഡ് പറഞ്ഞ സംഭവമല്ല കേട്ടോ. നമുക്ക് U-ടേൺ എടുക്കണമെങ്കിൽ വരെ തന്നെ 35 കിലോമീറ്റർ കഴിയാതെ U-ടേൺ എടുക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ബാത്റൂം, പിന്നെ പെട്രോൾ പമ്പ്, ഇതൊക്കെ ഇവർ നിശ്ചയിച്ചിട്ടുള്ള സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ടത്തിലും അവിടെ നിന്ന് ഇഷ്ടമുള്ള പോലെ ഒന്നും നടക്കൂല കേട്ടോ. ഇതൊക്കെ വീടുകളാണ് കേട്ടോ. അവിടെയൊക്കെ കാണും ചെറിയ ലൈറ്റ് കണ്ടില്ല ഞങ്ങൾ, വീടാണ്. കുട്ടികളൊക്കെ കാണുമ്പോൾ ഇവിടെ നിന്നാണ് ഈ റോക്കി ബായ് ഒക്കെ ഉണ്ടായെന്ന് തോന്നുന്നു കേട്ടോ. അതായത് നമ്മൾ ഈ KGF സിനിമയിലെ റോക്കി ബായ് ഉണ്ടല്ലോ, റോക്കി ബായ് ബ്രാൻഡാണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ പറ്റ ചേരികളാണ്, ഫുൾ ചേരികളാണ്. ആൾക്കാരൊക്കെ തിങ്ങി അങ്ങനെയൊക്കെ പാർക്കറിയണം. ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. അതൊക്കെ കാണുമ്പോഴാണ് നമ്മളൊക്കെ സ്വർഗത്തിലാണ് എന്ന് മനസ്സിലാണത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കാൻ ലെങ്ത് ഒരുപാട് കൂടുന്നുണ്ട്, സോറി. അപ്പോൾ നാളെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.